പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സമഗ്ര വഴി നിങ്ങളുടെ ടീച്ചിംഗ് മാനുവൽ അപ്ലോഡ് ചെയ്യാൻ ഇനിയും പഠിച്ചില്ലേ? നിങ്ങൾക്കായാണ് ഈ വീഡിയോ. പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഒരു നല്ല പഠന പ്രവർത്തനത്തിന് നല്ല പ്ലാനിംഗ് വേണം, കൃത്യമായി രേഖപ്പെടുത്തലും വേണം. സമയം കളയാതെ നമുക്കെല്ലാം പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സമഗ്ര എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഗൂഗിളില് സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഗൂഗിളില് സമഗ്ര എന്നോ സമഗ്ര പ്ലസ് എന്നോ ടൈപ്പ് ചെയ്യാം. സമഗ്ര ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സമഗ്രയുടേത് വന്നില്ലെങ്കിൽ കൈറ്റ് വരും. കൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. കൈറ്റില് സർവീസസ് എന്നുണ്ടാകും. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് താഴോട്ട് നോക്കിയാൽ സമഗ്ര എന്ന് കാണാൻ പറ്റും. സമഗ്ര ഓപ്പൺ ചെയ്യുക. സമഗ്രയുടെ അഡ്രസ്സ് samaggra.kite.kerala.gov.in ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് സമഗ്ര യൂസ് ചെയ്യുന്നതെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഫുൾ നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. ഇതടച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് കൂടി വരും. ഏത് ഓഫീസാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവിടെ ഉണ്ടാവും. ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിന്, നിങ്ങളുടെ സൈനപ്പ് അപ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെഡ് മാസ്റ്ററാണ്. നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ അവരുടെ ലോഗിനിൽ കയറി നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ സാധ്യമാവുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓൾറെഡി സൈനപ്പ് ചെയ്തു. എൻ്റേത് ഹെഡ് മാസ്റ്റർ അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്ത് ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. ലോഗിൻ കൊടുത്ത് ഇവിടെ നമ്മൾ നമ്മുടെ യൂസർ ഐ ഡി, നമ്മൾ എന്താണോ യൂസർ ഐ ഡി കൊടുത്തിരുന്നത് ആ യൂസർ ഐ ഡിയും നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യാം. തുടർന്ന് ക്യാപ്ച കൊടുക്കുക. 1614 എന്ന് ഇവിടെ കാണുന്ന ക്യാപ്ച കൊടുത്തതിന് ശേഷം ഇത് ഓൺ ചെയ്യരുത്. ഇത് സമ്പൂർണ്ണ ലോഗിന് HTML ലോഗിൻ ചെയ്യാനുള്ളതായിരിക്കും. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നമ്മുടെ ഹോം പേജിലെത്തും. ഹോം പേജിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന്, സ്കീം ഓഫ് വർക്ക്. ഓരോ മാസവും നമ്മൾ എത്രത്തോളം പാഠമാണ് ഓരോ ക്ലാസ്സിൽ നിന്ന് എടുക്കേണ്ടത്. മൈ ടീച്ചിങ് മാനുവൽ, നമ്മൾ സബ്മിറ്റ് ചെയ്യുക, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ടീച്ചിങ് മാനുവൽ അത് എത്രത്തോളം HM അപ്രൂവ് ചെയ്തിട്ടുണ്ട്. HM അപ്രൂവ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യേണ്ടതായി വരും? അതിൻ്റെ റെസ്പോൺസും റിഫ്ലക്ഷൻ നോട്ടും എഴുതേണ്ടതായിട്ട് വരും. അതെങ്ങനെ എഴുതാന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നെക്സ്റ്റ്, ക്രിയേറ്റ് യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാന് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ. ഇവിടെയാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് 6ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിനുള്ള ഒരു ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ നമുക്ക് തയ്യാറാക്കി HMന് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഓൾറെഡി TM വേണം. അപ്പോൾ TM ഇനി ഇല്ലെങ്കിൽ ഇതാ ഇവിടെ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ എന്നൊരു സാധനം ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിലെ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ എന്നുള്ളത് കൊടുക്കാം. ഇങ്ങനെ വരും. ഇതിൽ നമ്മുടെ മീഡിയം സെലക്ട് ചെയ്യുന്നു. ക്ലാസ് 6, സബ്ജക്റ്റ് ഉറുദു എന്നുള്ളത് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 1ാമത്തെ പാഠം മമതാക്കിയ സായന. അപ്പൊ ഇവിടെ ഈ സൈഡിൽ എന്ത് വരും? ഈ സൈഡിൽ ആ പാഠഭാഗത്തിൽ വരുന്ന എല്ലോസുകൾ വരും. ആ പാഠഭാഗത്ത് വരുന്ന എല്ലോസുകൾ വരും. അപ്പൊ ഈ എല്ലോസിൽ നിന്ന് നമുക്ക് ഏത് യെല്ലോയാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യും. ഉദാഹരണം, ഞാൻ 4ാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നത്. 4ാമത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആ യെല്ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും വഴി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. ഇത് ഒരു ക്ലാസ്സിനുള്ള TM ആണ്, ഒരു പീരീഡിനുള്ള TM ആണ്. അപ്പൊ ഇത് ഒരേ
യെല്ലോസിന് ഒന്നിൽ കൂടുതൽ ടീം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒന്ന് തന്നെ ഉള്ളൂ. ഇവിടെ പ്ലീസ് സെലക്ട് ചെയ്തിട്ട് ഒന്നേ ഉള്ളൂ. ഒരു യെല്ലോസിന് തന്നെ 3 ടീം ഉണ്ടെങ്കിൽ അത് ഇവിടെ മാറിയിട്ടുണ്ടാവും. 1, 2, 3 ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ റിസോഴ്സുകളും അസസ്മെന്റും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി ഒക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കി മനസ്സിലാക്കി എന്തൊക്കെയാണ് ക്ലാസ്സിൽ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി നമ്മളിത് ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ഇനി ഈ പാഠഭാഗത്തിന് ഉപയോഗിക്കാവുന്ന റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഖാന്താന് എന്ന് പറയുമ്പോൾ ഇത് ആ പാഠഭാഗത്തിലെ ആ പ്രവർത്തനത്തിനായുള്ള റിസോഴ്സാണ്. ജുംലരിക്കിന മറ്റൊരു റിസോഴ്സാണ്. ഇങ്ങനെ റിസോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഓരോരോ റിസോഴ്സുകളാണ്. ഇതൊക്കെ നമ്മൾ ആ പാഠത്തിൽ ആ കുട്ടികൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. അപ്പൊ ആക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള റിസോഴ്സ് ഉണ്ടാവും. ആ പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ എന്തെടുക്കേണ്ടി വരും? അസസ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ അസസ്മെന്റ് ഈ ആക്ടിവിറ്റിക്കുള്ള അസസ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ അസസ്മെന്റിൽ കൊടുത്താൽ കാണാൻ പറ്റും. അപ്പൊ ഇതില് ജുംല എഴുതാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ അസസ്മെന്റ് എഴുതേണ്ടത് ഇതാണ് എഴുതേണ്ടത്. കാരണം അതില് റിശ്തേദാറുകളുടെ പേര് പരിചയപ്പെടലും അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചേരുംപടി ചേർത്ത് സെന്റൻസ് എഴുതുകയാണ്. അപ്പൊ അത് ശരിയായ സബാനൊക്കെ ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ഈ പാഠം പഠിച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്ന ഒരു എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റിയും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ TM എഴുതാന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. അപ്പൊ അതിന് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡിൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ മീഡിയം സെലക്ട് ചെയ്യുക, ക്ലാസ് സെലക്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഉറുദു തിരഞ്ഞെടുക്കുക. ഉറുദു തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഏത് പാഠത്തിന്റെ TM ആണോ എഴുതുന്നത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ബാക്ക് അടിച്ചു അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പ്ലാൻ ടൈപ്പ് എന്നുള്ളിടത്ത് ക്രിയേറ്റ് പ്ലാൻ യൂസിങ് എല്ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഏത് എല്ലോസിനുള്ള TM ആണ് നമ്മൾ എഴുതുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്തു. സെലക്ട് ഡിവിഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഏത് ക്ലാസ്സിലാണ് പാഠം എടുക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നാണ് പാഠം എടുക്കുന്നത്, എന്നാണ് ഈ ക്ലാസ് എടുക്കുന്നത്, അപ്പൊ നമ്മൾ ആ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇത് എത്രാമത്തെ പീരീഡ് ആണ്, ആ ക്ലാസ്സിൽ ഇത് എത്രാമത്തെ പീരീഡ് ആണ് എന്നുള്ളതാണ്. തൽക്കാലം ഇവിടെ 6. ഇനി ആ പാഠത്തിന്റെ ഒരു പേര് എന്താണ് ആക്ടിവിറ്റി എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ തൽക്കാലം ഇത് റിശ്തേദാറായിട്ടും ബന്ധപ്പെട്ടതായതുകൊണ്ട് റിശ്തേദാർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ആക്ടിവിറ്റി സ്റ്റെപ്പാണ്. ഇവിടെയാണ് നമ്മൾ TM എഴുതേണ്ടത്. നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുക എന്നുള്ള TM എഴുതേണ്ടത് ഇവിടെയാണ്. ഞാൻ അതിന് പകരം നമ്മളെ ഗുൽസാറില് ഒരു TM ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ TM അനുസരിച്ച് ആ TM ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഞാൻ തൽക്കാലം ഇത് കോപ്പി ചെയ്യാം. ഇതിങ്ങനെ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, മാവിനെ കുറിച്ചുള്ള ജുംല എഴുതാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെ പോവാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമല്ലേ. ഓക്കെ, ഇനി ഇത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് അതിവിടെ കോപ്പി ചെയ്തു. ഗുൽസാറിലിട്ട അതിൽ തന്നെ എന്തുണ്ടാവും, അസസ്മെന്റ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് കോപ്പി ചെയ്യാം, ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. മൗസ് അമർത്തി പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്തു പറഞ്ഞാൽ അത് ഇവിടുന്ന് പോകും. അപ്പൊ നമുക്ക് ഇനി ഇത് വേണ്ട, ഇത് നമ്മൾ ഒഴിവാക്കുന്നു. ഒഴിവാക്കിയിട്ട് നമ്മൾ അത് കൊടുക്കേണ്ട സ്ഥലം ഇവിടെയാണ്, ഐഡിയാസ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം അസസ്മെന്റ് എന്നുള്ളിടത്ത് ഇവിടെ കൊടുത്ത അസസ്മെന്റ്
ഇതിങ്ങനെ ചോദ്യം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ചോദ്യം കൊടുത്തതിന് ശേഷം എന്തൊക്കെ അസസ്മെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അത് കോപ്പി ചെയ്തിട്ട് അസസ്മെന്റ് എന്നുള്ള കള്ളിയിൽ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പൊ അതുമായി. ഇനി ഇതും വേണ്ട. ഓക്കെ, ഇനി ഇതില് പിന്നെ സമഗ്രയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഓഡിയോ, ചിത്രം, ഇൻട്രാക്ഷൻ, എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഉണ്ടാവും. ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണ്ടതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ആഡ് ചെയ്താൽ അത് നമ്മുടെ റിസോഴ്സിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും ഞാനിവിടെ തൽക്കാലം റിസോഴ്സ് ആയിട്ടു. തുറന്ന് നോക്കണേ, ഇവിടെ തുറന്ന് നോക്കാം കേട്ടോ. ഇവിടെ തുറന്ന് നോക്കാം. അപ്പൊ നമുക്കത് കാണാൻ പറ്റും. ഇതാണ് സംഗതി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ ഇങ്ങനെ വരും. ഇതേ പാഠഭാഗം നമ്മൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് TM ഫോർ അനദർ ക്ലാസ് ഡിവിഷൻ കൊടുത്ത് അവിടെ ക്ലാസിന്റെ ഡിവിഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ TM ഹെഡ് മാഷിന്റെ ലോഗിനിലേക്ക് പോകും. അപ്പോൾ ഇത് ഹെഡ് മാഷ് അപ്രൂവ് ചെയ്യുന്നത് വരെ ഏതിലാണ് ഉണ്ടാവുക, അവൈറ്റിംഗ് അപ്രൂവൽ എന്നതിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ്ഡ് TM എന്നതിലുണ്ടാവും. നമ്മൾ ഡാഷ്ബോർഡിൽ മൈ ടീച്ചിങ് മാനുവൽ എടുക്കുക. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാഷ്ബോർഡ് പോകുന്നു, മൈ ടീച്ചിങ് മാനുവൽ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലാസ്സും ഇതൊക്കെ വരണം. ഇവിടെ വന്നില്ല, വരാത്തതുകൊണ്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. മൊബൈലിലാണെങ്കിൽ വിരലുകൊണ്ടൊന്ന് താഴോട്ടൊന്ന് വലിച്ചാൽ മതി, അപ്പോൾ റീഫ്രഷ് ആവും. ക്ലാസ് എടുക്കുക. മമത കെ സായമേ എന്നുള്ളതിന് വേണ്ടി നമ്മൾ ഉറുദു എടുക്കുന്നു, മമത കെ സായമേ എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം അപ്രൂവ്ഡ് 16 എണ്ണം, പെൻഡിങ് 0, അവൈറ്റിംഗ് അപ്രൂവൽ 1. അത് നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഒന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അപ്രൂവ് ചെയ്ത TM എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോൺസ് എഴുതണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ ഇവിടെ റെസ്പോൺസ് എഴുതുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോൺസ് എഴുതണം. ഒരു രീതിയിൽ പിന്നെ ഓരോ കുട്ടികളുടെ പേരൊക്കെ വെച്ച് കണ്ട് തന്നെ ചെയ്യണം. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം വീണ്ടും താഴോട്ട് പോവാം. ഇവിടെ റിഫ്ലക്ഷൻ നോട്ട്, ക്ലാസ് വളരെ നന്നായിരുന്നു, കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ റിഫ്ലക്ഷൻ നോട്ട് എഴുതുക. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം കൂടി ഇവിടെ എഴുതണം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, അല്ലെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ എഴുതി ആഡ് കൊടുക്കുന്നതോട് കൂടിയാണ് നമ്മുടെ TMന്റെ റിഫ്ലക്ഷൻ നോട്ട് പൂർണ്ണമാവുന്നത്. ഈ രീതിയിലാണ് നമ്മൾ റിഫ്ലക്ഷൻ നോട്ട് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ TM സബ്മിറ്റ് ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതും. അപ്രൂവ് ചെയ്താൽ റിഫ്ലക്ഷൻ നോട്ട് എഴുതേണ്ടതായിട്ടുള്ള രീതി ഈ രീതിയാണ്. അപ്പോൾ ഈ പാഠഭാഗമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ കുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത് നമുക്കായതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് അനുയോജ്യമായ വിധത്തിൽ TM ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു TM കിട്ടി അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് TMനെ മാറ്റി ഈ രീതിയിൽ TM കൊടുത്ത് അത് നന്നായി ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ശരിയായ രീതിയിൽ നടത്തി മുന്നോട്ട് പോകണം. പിന്നെ ഗുൽസാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഒരു മോഡലിന് വേണ്ടി 1ാമത്തെ പാഠത്തിൻ്റെ 5, 6, 7 ക്ലാസ്സിൻ്റെ നൽകിയതാണ്. റിസോഴ്സ് നമ്മൾ പരമാവധി അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ഗ്രൂപ്പിലൂടെ നൽകുകയും ചെയ്യും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ടീച്ചേഴ്സ് മാത്രമാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ നൽകാം.
ഡിസ്ക്രിപ്ഷൻ ജോയിൻ ചെയ്താൽ ടീച്ചറാണ് എന്ന് കൺഫേം ആയ ശേഷം മാത്രമേ നമ്മൾ അപ്രൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നന്നായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ച് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ശുക്രിയ. ഖുദ ഹാഫിസ്.